Hello guys, I'm Tejas and welcome back to my channel, Tejas Talks. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഒരു പിരമിഡ്സ് ട്യൂട്ടോറിയൽ ആയിട്ടാണ്. പിരമിഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു പിരമിഡിന്റെ ഷേപ്പിലുള്ള ക്യൂബാണ് പിരമിഡ്. 3x3 and 2x2നെക്കാളും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യൂബാണ് നമ്മുടെ പിരമിഡ്സ് ക്യൂബ്. ഇതിനെ പിരമിഡ് 3x3 എന്നും വിളിക്കും. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് ആയിട്ട് സോൾവിംഗിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പിരമിഡ്സ് ക്യൂബ്. വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂബാണിത്. അപ്പോൾ ഇതിലുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ യെല്ലോ, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇനി ഈ ക്യൂബിലുള്ള ടൈപ്സ് ഓഫ് പീസസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ 3 പീസസ് അതാണ് കോർണർ പീസസ്, ഈ 3 പീസസ് ആണ് എഡ്ജ് പീസസ്, പിന്നെ നടുക്കുള്ള 3 പീസസ് ആണ് സെൻറ്റർ പീസസ്. ഈ ക്യൂബ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ക്യൂബ് ഷഫിൾ ചെയ്യാം. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോർണേഴ്സ് ആണ്. അതായത് നമ്മൾ ഇതിൻ്റെ കോർണേഴ്സ് എല്ലാം ഒരേ കളറായിട്ട് മാച്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കോർണറായിട്ടൊരു ഗ്രീൻ എടുക്കുവാണ്, പിന്നെ മറ്റേ കോർണറും ഒരു ഗ്രീനാണ്. അപ്പോൾ മൂന്നാമത്തെ കോർണർ ഗ്രീൻ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഗ്രീൻ ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത കളറായ ബ്ലൂ എടുക്കുന്നു. 2 ബ്ലൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ബ്ലൂ കൂടി കിട്ടിയാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. യെസ്, മൂന്നാമത്തെ ബ്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോർണേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് മാച്ച് ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റേഴ്സ് ഒക്കെ സോൾവ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ സെൻറ്റർ പീസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ കോർണർ പീസ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അതൊന്ന് ജസ്റ്റ് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ സൈഡ്സിലെയും സെൻറ്റേഴ്സ് ഒന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഒന്ന് മൂവ് ചെയ്താൽ മതി. അതോടൊപ്പം ആ കോർണർ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം എല്ലാ സൈഡ്സിലെയും സെൻറ്റേഴ്സ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ യെല്ലോ ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് കളേഴ്സിൻ്റെ എഡ്ജസ് മാത്രമേ ഉള്ളൂ സോൾവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അതിൻ്റെ എഡ്ജസ് എല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു യെല്ലോയിൻ്റെ എഡ്ജ് അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള കളറ് ഗ്രീനാണ്. യെല്ലോയിൻ്റെ കൂടെയുള്ള കളർ ഗ്രീനാണ്. അപ്പോൾ നമുക്ക് ആ പീസ് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗ്രീൻ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ പീസ് ഇൻസേർട്ട് ചെയ്യേണ്ടത്, യെല്ലോവും ഗ്രീനും ഉള്ള പീസ്. അപ്പോൾ നമ്മൾ ആ പീസ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സൈഡ് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് നമ്മുടെ യെല്ലോവും ഗ്രീനും ഉള്ള പീസ് അതിലേക്കൊന്ന് ജോയിൻ ചെയ്യണം. എന്നിട്ട് ആ പീസ് താഴേക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് അവിടെ അലൈൻ ആയിട്ടുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. ആ പീസ് നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സൈഡ് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ജോയിൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് തിരിച്ച് താഴേക്ക് കൊണ്ടുവരാം. ഇതുപോലത്തെ എല്ലാ യെല്ലോ എഡ്ജസും നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത യെല്ലോ എഡ്ജ് പീസ് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യെല്ലോൻ്റെ കൂടെ ഉള്ളത് റെഡാണ്. അപ്പോൾ റെഡും യെല്ലോൻ്റെ നടുക്കുള്ള സ്ഥലം അവിടെയാണ് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സൈഡ് ഒന്ന് മുകളിലേക്കാക്കണം. ഇനി അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് നേരെ താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു എഡ്ജ് പീസ് കൂടിയേ ഉള്ളൂ സോൾവ് ചെയ്യാൻ. അപ്പോൾ ആ എഡ്ജ് പീസ് ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ആ പീസ് നമ്മളിത് ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യേണ്ട സൈഡ് മുകളിലേക്ക് കൊണ്ടുവരാം, ജോയിൻ ചെയ്യാം, എന്നിട്ട് തിരിച്ച് താഴേക്ക് കൊണ്ടുവരാം. യെസ്, യെല്ലോ കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഡ്ജ് ഒരെണ്ണം മാച്ച് ചെയ്യണം. ഞാനെന്തോ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണും തോറും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ അത്ഭുതം ചെയ്യണം. അപ്പ്, ലെഫ്റ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, ലെഫ്റ്റ്, ഡൗൺ. ഇപ്പോൾ എഡ്ജസ് വല്ലതും മാച്ച് ആയിട്ടുണ്ടോയെന്ന് നോക്കാം.
ഒരു എഡ്ജസും മാച്ച് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പ്, ലെഫ്റ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, ലെഫ്റ്റ്, ഡൗൺ. ഓക്കെ, ഇപ്പോൾ മാച്ച് ആയിട്ടുണ്ടോ നോക്കാം. ഇവിടെ മാച്ച് ആയിട്ടില്ല. യെസ്, ഇവിടെ സെയിം കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെയാണ് എഡ്ജ് മാച്ച് ആവുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോൾവ്ഡ് എഡ്ജ് നമ്മൾ ബാക്കിൽ പിടിച്ചിട്ട് ഈ ആൽഗോരിതം ഒന്നും ചെയ്യണം. റൈറ്റ് ഡൗൺ, ലെഫ്റ്റ് ഡൗൺ, റൈറ്റ് അപ്പ്, ലെഫ്റ്റ് അപ്പ്, ലെഫ്റ്റ്, ലെഫ്റ്റ് അപ്പ്, റൈറ്റ്, ലെഫ്റ്റ് ഡൗൺ. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പിരമിഡ്സ് ക്യൂബ് ഈസി ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് പിരമിഡ്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ്സിൽ ചോദിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ഹിറ്റ് ദാറ്റ് ബെൽ ബട്ടൺ ഫോർ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻസ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരും. ദിസ് ഇസ് തേജസ് signing